ക്ലൈമാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, BGM അങ്ങനെയുള്ള ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? എങ്ങനെയുണ്ടായിരുന്നു മൂവി? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? അകർത്തും കാരണം ഭയങ്കര വെറൈറ്റിയാണ്. ഇതെല്ലാവരും കാണേണ്ട സിനിമയാണ്. ഓ എന്താ 3 കഥാപാത്രവും ഒരു രക്ഷയില്ല. ആ പടം എന്ന് പറഞ്ഞാൽ കുറച്ച് ലാഗ് ഉണ്ട്, എന്നാലും ആ കഥയും മേക്കിങ് കൊള്ളാം. പിന്നെ 3 പേരുടെ അഭിനയവും അടിപൊളിയായിട്ടുണ്ട്. വേറൊരു എക്സ്പീരിയൻസ്. കാരണം ഇതുപോലത്തെ ഒരു പടം മലയാളത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം. കുറച്ച് ലാഗിന്റെ ആ ഡ്യൂറേഷന്റെ പ്രശ്നം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. ബാക്കി പെർഫോമൻസ് വൈസ് ഒക്കെ മമ്മൂട്ടിയായാലും ആരായാലും ഒന്നും പറയാനില്ല, എല്ലാം ഓക്കെയാണ്. ക്ലൈമാക്സ് ഒക്കെ ഉണ്ട്. ആ ക്ലൈമാക്സ് ഒക്കെ കൊള്ളാം. പിന്നെ BGM വർക്ക് എടുത്തു തന്നെയാണ്. ക്രിസ്റ്റോസ് സേവിയർ ഒക്കെ അടിപ്പനായിട്ട് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. മൊത്തത്തിൽ ഓക്കെയാണ് പടം, കുഴപ്പമില്ല. അതായത് നമ്മുടെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മേക്കിംഗ് ആയിരുന്നു. സദാശിവനെ നമുക്കറിയാമല്ലോ, അത് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ട് ഒരു രക്ഷയില്ല, പൊള്ളി സാധനം. മമ്മൂക്ക ആസ് യൂഷ്വൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വേറെ ലെവലാണ്. പിന്നെ ഭരതനും അർജുന അശോകനെ പറയേ വേണ്ട, പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസ് ആയിരുന്നത്. ഞെട്ടിച്ച് കളഞ്ഞു. തിയേറ്ററിൽ ഡിമാൻഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, കാരണം ഇത് ഫോണിൽ OTT കാണുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കിട്ടില്ല. ആ ഒരു സ്കോറ് തിയേറ്ററിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. വെറൈറ്റി ഒരു കോൺസെപ്റ്റാണ്. ഇതുവരെ നമ്മളിങ്ങനെ കണ്ട് ശീലിച്ച ഒരു കോൺസെപ്റ്റാണ്. നല്ല രസമായിരുന്നു. അർജുന അശോകൻ്റെ പെർഫോമൻസ് പറയേ വേണ്ട. മമ്മൂട്ടിയുടെ പെർഫോമൻസ് നമുക്കറിയാം, നമുക്ക് എങ്ങനെ ചെയ്യുമെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് പ്രതീക്ഷിക്കാതെ വന്നൊരു എക്സ്പീരിയൻസ് ആണ് അർജുന അശോകൻ. ശരിക്കും പടം അർജുന അശോകൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. പുള്ളിയാണ് താങ്ങിക്കൊണ്ട് പോകുന്ന പടം. ആ ഒരു എക്സ്പീരിയൻസ്. ചില ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ഇതെങ്ങനെ എടുത്ത് നമുക്ക് ആലോചിച്ച് പോകും. അങ്ങനെ മേക്കിംഗ് ആണിത്, ഒരു രക്ഷയില്ല. സൂപ്പർ പടം. ഇത് ഒന്നും പറയില്ല. വർക്കിനാണെങ്കിലും കൂടുതൽ പറയാം. ആർട്ട് വർക്ക്